അപ്പം മനുവാണ് നമ്മുടെ ഈ മനുഷ്യ ജീവിതത്തിൻ്റെ കാര്യങ്ങളൊക്കെ രൂപപ്പെടുത്തിയത്. മനുസ്മൃതിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മനു സ്ത്രീ വിരോധിയാണ്, സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ ഹനിച്ചവനാണ് എന്നൊക്കെ വായിക്കാതെ വായിച്ചറിഞ്ഞവരാണ് നമ്മൾ. ആ മനുവിൻ്റെ മകള്, പൊര നിറഞ്ഞു നിന്ന മകള്, പൊര നിറഞ്ഞു നിൽക്കുമ്പോൾ നാരദൻ വന്നിട്ട് കർദമന്റെ തപസ്സിനെ കുറിച്ച് പറഞ്ഞു. ഒരു തപോധനനായ കർദമൻ കാട്ടിലിങ്ങനെ കഴിയുന്ന കാര്യവും ഒക്കെ അവരിങ്ങനെ പറഞ്ഞു. നാരദൻ പറഞ്ഞു, നാരദനിൽ നിന്നറിഞ്ഞു. അപ്പോ ഈ ദേവഹൂതി പറഞ്ഞു, എനിക്ക് ആ നാരദനല്ല, ആ കർദമനെ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞു. മനു സ്ത്രീ വിരോധി ആയിരുന്നുവെങ്കിൽ മനു എന്താ പറയുക? ആദ്യം നാരദരെ വിളിക്കും, മേലിൽ ഈ വീട്ടിൽ ഇനി വരരുത്. ഓരോരോ ആളുകളെ കുറിച്ച് വേണ്ടാധീനം പറഞ്ഞിട്ട് എൻ്റെ മകൾക്ക്, കാരണം അന്ന് മനുവിനെ കുറിച്ച് പറയുന്നത് മനു വലിയ എന്താ പറയുക, സാമ്രാജ്യത്തിൻ്റെ ആളാണ്, ധനികനാണ്, പ്രഭാവശാലിയാണ്. ആ മനു എന്തു ചെയ്തു? അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞ് ഒരു രഥത്തിൽ സ്വയംഭൂ മനുവിൻ്റെ ഭാര്യയായ ശതരൂപ, 100 രൂപങ്ങൾ, സ്വയംഭൂമനു സ്വയം ജാതമായ മനസ്സ് തന്നെ അതിൻ്റെ സന്തതിയാണ്. അത് ശതരൂപയായിട്ട് സംവദിക്കുക. അതിൻ്റെ ഒരു തത്വചിന്ത അവിടെയുണ്ട്, സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അങ്ങനെ തേരിലേറി അവർ പോകും. എവിടേക്ക്? കർദമന്റെ ആശ്രമത്തിലേക്ക്. കർദമൻ ഒരു കാട്ടിൻ്റെ ഉള്ളിൽ കഴിയുക. കുറേ ദൂരത്ത് വണ്ടി നിർത്തി കാൽനടയായി പോയി. എന്നിട്ട് സ്വയംഭൂമനു കർദമന് നമസ്കാരാദികളൊക്കെ പറഞ്ഞു വരവിൻ്റെ ഉദ്ദേശം ഇന്നതാണെന്ന് പറഞ്ഞു. ആ കർദമന്റെ ആശ്രമത്തിലേക്ക് പോകുന്നത് തന്നെ നമുക്ക് കുറെ പഠിക്കാനുണ്ട്. നമ്മളൊക്കെ പെണ്ണ് കാണാൻ പോകുമ്പോൾ പെണ്ണിൻ്റെ വീട്ടിലേക്ക് കാറ് കഷ്ടിമുഷ്ടിയെ പോകും. കുറച്ചപ്പുറത്ത് വെച്ചാൽ ഒരു 2 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. പക്ഷെ എന്നാലും നമ്മൾ കാറ് കൊത്തിത്തിരിക്കി എങ്ങനെയെങ്കിലും അതിൻ്റെ ഉള്ളിൽ റോഡ് ബ്ലോക്കൊക്കെ ഉണ്ടാക്കി അവിടെ അങ്ങോട്ട് നിർത്തും. ഈ കർദമൻ ചെയ്തത്, ഇന്നത്തെ ആധുനിക കർദമന്റെ കാര്യം പറയാം, വളരെ ദൂരെയാണ് രഥം നിർത്തിയത്. എന്നിട്ട് കാൽനടയായിട്ട് നഗ്നപാതരായിട്ട് പോയി എന്നൊക്കെയാണ് പറയുന്നത്. ഇതിൽ തന്നെ വളരെ വിനയാന്വിതനായിട്ട് പറഞ്ഞു, ഇതാ മകളെ ഞാൻ ഏൽപ്പിക്കും. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു താപസനാണ്, തപസ്സാണ് എൻ്റെ മുഖ്യം. ഗൃഹസ്ഥാശ്രമം, പിന്നെ ഇവര് കൊട്ടാരത്തിലൊക്കെ കഴിഞ്ഞവളല്ലേ, ഇവിടെ എങ്ങനെയാ ശരിയാവൂ? അവര് പറഞ്ഞു, ഞാൻ തപസ്സിനെയാണ് വരിച്ചത്, സൗകര്യങ്ങളെയല്ല. എന്തായാലും മകൾക്ക് ഇഷ്ടപ്പെട്ടു ഒരുത്തനെ. അവന് കുറച്ച് വരുമാനം ഇല്ലെങ്കിലും ഗതി ഇല്ലെങ്കിലും പിന്നെ നമ്മൾ ആലോചിക്കുക എന്താ, ഇവനെ ഒന്ന് ഗതി പിടിപ്പിക്കണം എന്നല്ല. അത് ഞാനേറ്റു. അവൻ്റെ ആ ചുറ്റുപാടൊക്കെ ഒന്ന് ശരിയാക്കാം. എന്തായാലും മനു കർദമന്റെ ആ ആശ്രമം ഒരു റിസോർട്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു തീരുമാനം എടുത്തിട്ടില്ല. കർദമ, നിനക്ക് ഞാൻ വേറൊരു വീടുണ്ടാക്കി തരാം, നിങ്ങൾ അവിടെ കഴിയൂ, അല്ലെങ്കിൽ നീ ഇങ്ങോട്ട് വാ. കർദമൻ ഏത് തലത്തിലാണോ, കർദമന്റെ മാനസിക വ്യാപാരം എന്താണോ അതിൽ സ്വയംഭൂമനു ഇടപെടുന്നില്ല. ആധുനിക കർദമന്മാർ ഇത് ആലോചിക്കേണ്ടതാ. കർദമന്മാരല്ല, മനുക്കള്, അച്ഛന്മാർ. എന്നാ അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞു. വിവാഹം നടന്നു. മനു പറയുന്നത് മഹാഭാരതത്തിൻ്റെ വിസ്താരമാണല്ലോ. മഹാഭാരതത്തിൽ പ്രത്യേകം ശ്ലോകങ്ങളെ കൊണ്ട് പറയുന്നു, ഇതാണ് വരും ലോകത്തിന്
ദാമ്പത്യത്തിൻ്റെ മാനദണ്ഡം. ഇതാണ് ആദ്യത്തെ വിവാഹം എന്ന്. അതുകൊണ്ട് നിങ്ങളുടെ മുൻപിൽ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഈ വേദാന്ത ശാസ്ത്രത്തിൽ, ഭാരതീയ ദർശനങ്ങളിൽ ശ്രദ്ധയുണ്ട് എങ്കിൽ ഇത് നിങ്ങൾ പ്രമാണമായി സ്വീകരിക്കൂ. വളരെ പ്രധാനപ്പെട്ടതാണ്. വിവാഹത്തിൻ്റെ മാനദണ്ഡം മനു ഈ വംശത്തെ സർവശ്രേയസ്സിലേക്ക് നയിക്കാൻ പര്യാപ്തനായ ആ പ്രാർത്ഥനയോട് കൂടിയിട്ടുള്ള ഹിതകാംക്ഷിയായ മംഗളകാരിയായ മനു നിർദ്ദേശിക്കുന്നതാണ്. ഇതിൽ ഈ കർദം നാരദരോട് മനു കർദമൻ്റെ ആ തലക്കുറി ഒന്ന് കൊണ്ടുവാ, ദേവഹൂതിയുടെ തലക്കുറി ഇവിടെ ഉണ്ട്, ഇതൊന്ന് ചേരുമെങ്കിൽ നമുക്ക് ആലോചിച്ചാൽ പോരെ, വെറുതെ എന്തിനാ കാണാനൊക്കെ പോകുന്നത്? നിങ്ങൾ അങ്ങനെ ഒരു നമ്മുടെ സ്വാമി എന്തിനാ വെറുതെ ഞോണ്ടിടണം? അല്ലാന്നേ, ഇത് ധർമ്മശാസ്ത്രം നിങ്ങളോട് ഈ ധർമ്മം പറയാൻ ബാധ്യസ്ഥനാ സ്വാമി. അതുകൊണ്ടാണ് നമ്മൾ നിങ്ങളോട് പറയുന്നത് ഈ സത്യമാണ്. നമ്മുടെ ജീവിതത്തിന് അനുകരിക്കേണ്ടുന്ന കാര്യങ്ങൾ പറയുന്നതാണ്. അപ്പൊ ഇവിടെ പറഞ്ഞു, അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞ് അവർ തമ്മിൽ വിവാഹം കഴിക്കുന്നു. അവരുടെ ദാമ്പത്യം ലോകത്തിന് മാതൃകയാകട്ടെ എന്ന് പറഞ്ഞു. എങ്ങനെയാ അവർ ദാമ്പത്യത്തെ ജീവിച്ചത്? നിങ്ങളുടെ വീട്ടിൽ സ്വർണത്തിൻ്റെ ഫ്രെയിമിട്ട് വലുതാക്കി വെക്കേണ്ടുന്ന 2 ശ്ലോകങ്ങളുണ്ട്. നിങ്ങളതിന് എത്ര ചെലവാക്കിയാലും വേണ്ടില്ല. 23-ാം അധ്യായം 3ാം സ്കന്ധം 2-ാമത്തെയും 3-ാമത്തെയും ശ്ലോകം. വിശ്രംഭേണാത്മശൗചേന ഗൗരവേണ ദമേന ച ശുശ്രൂഷയാ സൗഹൃദേന വാചാ മധുരയാ ച ഭോ. ഇതാണ് പൊരുത്തം. ഒന്നാമത്തേതിൻ്റെ പേര് വിശ്രംഭേണ. ഇതൊരു വലിയ വിഷയമാണ്. ഇന്നും നാളെയുമാണ് നമ്മൾ ഇതിനെ വിസ്തരിക്കാൻ പോകുന്നത്. കേട്ടോളൂ, ശ്രദ്ധിച്ചു കേട്ടോളൂ. വിശ്രംഭേണ. എന്താണ് വിശ്രംഭേണ? വിശ്രംഭേണ എന്നുള്ളതിന് മലയാളത്തിൽ അടുത്ത് നിൽക്കുന്ന വാക്ക് വിശ്വാസം. അതല്ലേ എല്ലാം? അല്ല. എന്താണ് വിശ്വാസം? എന്താണ് വിശ്രംഭേണ? എങ്ങനെയാണോ, ശ്രദ്ധിച്ചു കേൾക്കണം ഇത്, കർദമന്റെ കാലത്ത് ഈ പറഞ്ഞ ഇതിനെ ഒരു ചരിത്രം ആയിട്ട് നമ്മൾ എടുത്താൽ തന്നെ, ഇത് അവതരിപ്പിക്കുന്ന സമയം, ആ കാലത്തും വധു വരന്റെ അടുത്തേക്ക് വരിക, വരനോടൊപ്പം ജീവിക്കുക എന്നതാണ് അന്നു മുതൽ വന്നിരുന്നത്. ഇന്നും കാര്യങ്ങൾ അങ്ങനെയാണ്. അപൂർവം ചിലര് പക്ഷെ വിവാഹം കഴിച്ച ഉടനെ അങ്ങോട്ട് പോവില്ല. പല സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഒക്കെ എടുത്ത് അവരവിടെ ജീവിക്കും. അത് വേറെ. അപ്പോ വിശ്രംഭേണ, ആൺകുട്ടികൾ ഉള്ള അച്ഛനും അമ്മയും പെൺകുട്ടികളുള്ളവർ നിങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം. ഇവന് വിവാഹം 24 നടക്കും, അതല്ലെങ്കിൽ പിന്നെ 44 കാണുന്നുണ്ട്, പിന്നെ അത് കഴിഞ്ഞാൽ 92 എന്നൊന്നും പറഞ്ഞിരിക്കണ്ട. അതൊന്നും നിങ്ങൾ നോക്കരുത്. നിങ്ങൾ ഇത് നോക്കണം.
ഇത് നിങ്ങളുടെ മകനിലുണ്ടോ? ഇതൊക്കെ ആൺകുട്ടികൾക്ക് പറയാൻ പോകുന്ന കാര്യങ്ങളാണ്. വളരെ വളരെ ശ്രദ്ധിക്കണം. സ്വാമി 100% എഴുതി ഒപ്പിട്ട് തരാം. ഇതാണ് നമ്മുടെ ജീവിതത്തിലെങ്കിൽ വേറെ ഒന്നും നിങ്ങൾ നോക്കേണ്ടതില്ല. നിങ്ങൾക്ക് ഇവിടത്തെ ലോകത്തിലെ മുഴുവൻ ജ്യോതിഷി നിങ്ങളുടെ ജീവിതത്തിന് ആയുസ് കാണുന്നത് ഒരു ദിവസമാണെങ്കിൽ അതാകട്ടെ എന്ന് നിങ്ങളിത് തീരുമാനിക്കും. വിവേകാനന്ദ സ്വാമികൾ പറയും, മുഹൂർത്തം ജ്വലിതം ശ്രേയ നതു ധൂമായുധം ചിരം. ആനന്ദപൂർണമായ സന്തോഷത്തിൻ്റെ നിറവിലുള്ള ഒരു ദിവസം. പലരും ഇന്നും പ്രാർത്ഥിക്കണ എന്താണെന്നറിയോ? അങ്ങനെ ഒരു ദിവസം കിട്ടിയാൽ മതിയായിരുന്നു സ്വാമി എന്ന്. എന്നോടൊന്ന് സംസാരിച്ച് അതൊക്കെ പറയാൻ പോവാതാ. ആദ്യത്തേത് വിശ്രംഭേണ. എന്താ വിശ്രംഭേണ? 22 ഇപ്പൊ കല്യാണം 13 നടക്കണോ 12 നടക്കണോ എന്നുള്ളതൊക്കെയാണ് വിവാദം. എന്തോ ആവട്ടെ, ഒരു 18 കഴിഞ്ഞ കുട്ടി വിവാഹം കഴിക്കുന്നു, 18 അങ്ങനെ സാധാരണ നടക്കാറില്ല. എന്നാലും നമുക്കൊരു 20 പിടിക്കാം. ഇനി 18 കുഴപ്പമില്ല. ഒരു മര്യാദയുടെ പേരിൽ ഒരു 20, 22 എന്നൊക്കെ കാണാം. ഒരു 20 വയസ്സിൽ ഒരു കുട്ടി വിവാഹം കഴിച്ച് ഒരു പുരുഷന്റെ വീട്ടിലേക്ക് വരും. ഈ 20 വർഷം ആ കുട്ടി ജീവിച്ച ചുറ്റുപാട്, ആ കുട്ടിയുടെ അച്ഛൻ, ആ കുട്ടിയുടെ അമ്മ, ആ കുട്ടിയുടെ സഹോദരൻ സഹോദരി ആരൊക്കെ അവർക്കുണ്ടോ അതിന്നെല്ലാം കുട്ടി വിട്ട് ഇതാ പുതിയൊരു വീട്ടിലേക്ക് പുതിയൊരു ജീവിതം തുടങ്ങാൻ പോവുകയാണ്. ആ കുട്ടിക്ക് വീട്ടിൽ ഉണ്ടായിരിക്കേണ്ടത് വാഷിംഗ് മെഷീനോ മിക്സിയോ ഫ്രിഡ്ജോ ടിവിയോ അല്ല. അതൊന്നുമല്ല വേണ്ടത് അവിടെ. പിന്നെയോ ഈ കുട്ടിയെ ആരാണോ വിവാഹം ചെയ്തിരിക്കുന്നത് അവൻ ഈ കുട്ടിയെ സ്വീകരിക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. അതായത് അവൾക്ക് എന്തൊക്കെയാണോ നഷ്ടപ്പെട്ടിട്ടുള്ളത് അത് മുഴുവൻ ഇവൻ നൽകാൻ ബാധ്യസ്ഥനാണ്. ആ ബാധ്യതയെ ഉറപ്പിക്കുന്നതിനെയാണ് വിശ്രംഭേണ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ 20 വയസ്സായ കുട്ടിയുടെ അച്ഛൻ മരിച്ച കുട്ടിയാണെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ അമ്മ മരിച്ച കുട്ടിയാണ്, നീ രണ്ടുപേരും ജീവിച്ചിരിക്കുന്നു, എന്തോ ആവട്ടെ. ഇപ്പോൾ പല കേസുകളുണ്ട്. നിങ്ങളിതൊക്കെ നിങ്ങളുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അതുണ്ടെങ്കിലേ നിങ്ങൾ വിവാഹം കഴിക്കാവൂ. ഇതൊക്കെ നിങ്ങളുടെ ആൺകുട്ടികളിൽ കാണുന്നു എങ്കിൽ മാത്രം. ഇതൊന്നും ജ്യോത്സ്യം പറഞ്ഞു തരില്ല എന്ന് സ്വാമിക്ക് ഗ്യാരണ്ടിയാ. എന്തായാലും അവരുമായിട്ട് നമ്മൾ കൂടി ഇരിക്കാൻ പോകുന്നുണ്ട്. വിശ്രംഭേണ എന്ന് പറഞ്ഞാൽ ആ അച്ഛൻ ഇല്ലാത്തൊരു കുട്ടിയാണ്. അച്ഛൻ 2 3 വർഷമായി 4 വർഷമായി മരിച്ചിട്ട്, ഇനി എത്രയോ ആവട്ടെ. ആ വിവാഹത്തിൻ്റെ ദിവസം ആ പന്തലിൽ ഈ കുട്ടിയെ സംബന്ധിച്ച് ഏറ്റവും ശക്തമായ, കുട്ടിയെ സംബന്ധിച്ചും കുട്ടിയുടെ അമ്മയെ സംബന്ധിച്ചും ഒക്കെ ഒരു അദൃശ്യമായ ഒരു സാന്നിധ്യമായിരിക്കാം ആ അച്ഛൻ എന്ന് പറയുന്നത്. അച്ഛൻ്റെ സാന്നിധ്യത്തിലെ അച്ഛൻ പന്തലിലേക്ക് വരേണ്ടുന്ന സമയത്ത് എല്ലാവരും ഓർക്കും, ഈ കുട്ടിയുടെ മനസ്സിലുണ്ടാവുക അച്ഛൻ ഉണ്ടായിരുന്നു എങ്കിൽ എന്ന, അമ്മയുടെയൊക്കെ. അങ്ങനെ അച്ഛൻ്റെ നിരന്തരം ഒരു ഓർമ്മയിലുള്ള ഒരു കുട്ടി ആ വീട്ടിലേക്ക് കയറി വരുമ്പം ഈ ഭർത്താവായിരിക്കുന്ന വിദ്വാൻ, ഭർത്താവ് എന്ന് പറഞ്ഞ അവൻ പ്രതിശ്രുത വരനായിട്ട് സ്വീകരിക്കുന്ന, അവളെ വരിക്കുന്ന അവന് ആദ്യ രാത്രിയിൽ തന്നെ അവളെ ആലിംഗനം ചെയ്ത് മാറോട് ചേർത്തിട്ട് അവളോട് പറയണം, എനിക്ക് മനസ്സിലാവും നിൻ്റെ വിഷമം, നീ ഓർത്തോ അച്ഛനെക്കുറിച്ച്? ഞാൻ ഓർക്കുമായിരുന്നു, നിനക്ക് വല്ലാതെ ആ ഓർമ്മയുണ്ടായിരുന്നു എന്നുള്ളത്. എനിക്ക് മനസ്സിലാവും നിൻ്റെ വിഷമം, പക്ഷേ ഇനി ഞാനുണ്ട്. എന്തൊക്കെ നിനക്ക് എനിക്കറിയാം, ഇനി അങ്ങോട്ട് നിനക്ക് അച്ഛൻ മിസ് ചെയ്യുന്നു, അത് വേറെ. അമ്മ, ജ്യേഷ്ഠൻ, നിൻ്റെ വീട്, നിൻ്റെ കൂട്ടുകാർ ഒക്കെ നിനക്ക് മിസ് ചെയ്യും. നിനക്ക് സ്വാഭാവികമായിട്ടും ഒരു വിഷമം ഉണ്ടാവും, പക്ഷേ ഞാനുണ്ട്, എന്ത് വേണമെങ്കിലും നീ പറയണം. ഇങ്ങനെ ആ ഒരു കരവലയത്തിൽ ഒതുക്കുന്ന ആ ഒരു ഒതുക്കലുണ്ടല്ലോ, അതാണ് ആദ്യത്തേത്. അതിവനുണ്ടോ നിങ്ങളുടെ മകന്? എങ്കിൽ നിങ്ങൾ പെണ്ണ് കാണാൻ പോയാൽ മതി.
അതല്ല, ഇവൻ അവളോട് പറയാ, അതെ നിന്റെ ഇന്നലെയുള്ള വേറെ റിപ്പോർട്ട്സ് ഒന്നും എനിക്ക് അറിയണ്ട, ഞാനതൊന്നും നീയും എൻ്റെതും അന്വേഷിക്കേണ്ട, കാരണം അന്വേഷിക്കാൻ കൊള്ളാവുന്നതല്ല. പിന്നെ എനിക്ക് ഈ പഴയ പ്രേമൻസീറിൻ്റെ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് നീ കഴിക്കണം, എന്നെ ഉറങ്ങുന്നതിന് ഞാൻ വരുന്നത് വരെ എന്താ പറയുക അതോർത്തിരിക്കണം, അതൊന്നും എനിക്ക് പറ്റില്ല. ഞാനതൊന്നിലൊന്നും വിശ്വസിക്കുന്നില്ല. നിനക്ക് വിശക്കുമ്പോൾ നീ കഴിക്കുക, നിനക്കുറക്കം വരുമ്പോൾ നീ കിടക്കുക, നീ എന്ത് ആക്ടിവിറ്റി വേണമെങ്കിൽ ചെയ്തോ, എൻ്റെ ഒരു കാര്യത്തിലും ഇടപെടരുത്. ഇങ്ങനെ പറയുന്ന ഒരു വഷളൻ 10ൽ 10 പൊരുത്തമുണ്ടായിട്ട് എന്ത് കാര്യം? എന്ത് കാര്യം? വിശ്രംഭേണ, അവൾക്കൊന്നും വേണ്ട. ഇവൻ്റെ അമ്മ പറയാണ്, അല്ലേ ആ പെണ്ണിന് ഇവിടെ എന്തിൻ്റെ കുറവാ? അവളുടെ വീട്ടിൽ എന്തുണ്ട് നോക്കണേ, AC, വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്. പക്ഷെ ഇവൻ ഇങ്ങനെ ഒരു വഷളനാണെങ്കിൽ അവൾക്ക് അവിടെ എന്തുണ്ടായിട്ടെന്താ? കാരണം ഈ വിദ്വാനിയെ പിടികിട്ടുന്നില്ല. ഇവനെ ഇടയ്ക്ക് പൊട്ടിത്തെറിക്കണു, എന്തൊക്കെയോ അടിച്ചു കയറ്റണു, വെളിപാടില്ലാത്ത. നിങ്ങളുടെ കുട്ടിക്ക് അതുണ്ട് എന്നറിയണമെങ്കിൽ അമ്മമാരെ സ്വാമി പറഞ്ഞു തരാം. നിങ്ങൾ 1-2 ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വരുമ്പോൾ അവൻ നിങ്ങളെ പരിചരിക്കുന്നുണ്ടോ? അവൻ നിങ്ങളോട് ചോദിക്കുന്നുണ്ടോ, അമ്മേ ഞാൻ അവധിയെടുക്കണോ, എന്താ ഡോക്ടറെ അടുത്ത് പോണോ? നിങ്ങളിൽ അവനത് കാണിക്കുന്നുവെങ്കിൽ തീർച്ചയായും അവൻ്റെ അടുത്തേക്ക് വരുന്ന പെൺകുട്ടിയിൽ അവൻ ആ ഗുണമുണ്ടാവും. അവൻ വിവാഹം കഴിക്കാൻ യോഗ്യനാണ്. അവനെ വിവാഹം കഴിക്കാൻ യോഗ്യനാകുന്നുള്ളൂ. വിശ്രംഭേണ ഒന്നാമത്തേത്. ജോത്സ്യൻ ഇത് പറഞ്ഞു തരില്ല എന്ന് സ്വാമിക്ക് എന്താ പറയാ, സൂര്യതുല്യം അറിയാം. ഇതാണ് നമ്മുടെ ഋഷീശ്വരന്മാരുടെ ആചാര്യന്മാരുടെ അനുഗ്രഹം എന്ന് പറയുന്ന. ശാസ്ത്രം അനുഗ്രഹമാകുന്നത് ഇവിടെയാണ്. അല്ല 4 ഇവിടെ ശാസ്ത്രമല്ലാത്തത് എന്താണ്? കാമസൂത്രം, കാമശാസ്ത്രം ശാസ്ത്രമല്ലേ? വേശ്യാവൃത്തി അനുവദനീയമായിട്ടുള്ള വലിയൊരു ശാസ്ത്രമാണ് കാമസൂത്രം. ഇവിടെ ലൈസൻസ് കിട്ടുമോ? സംസ്കൃതത്തിൽ ലക്ഷക്കണക്കിന് ശ്ലോകമുണ്ട് സാറേ. പരമശിവനാണ് ഉപജ്ഞാതാവ്. പരമശിവന്റെ സംവത്സരങ്ങളോളമുള്ള ശ്രീ പാർവതിയോടൊപ്പമുള്ള ഗാർഹസ്ഥ്യ ജീവിതത്തിൻ്റെ കാമകേളികളുടെ അനന്തരമായ വിസ്താരങ്ങളാണ്. നന്ദികേശൻ എടുത്ത് അതിബൃഹത്താക്കി അവതരിപ്പിക്കുകയും പിന്നീട് ശ്വേതകേതു, ഉദ്ദാലകപുത്രനായ ശ്വേതകേതു സ്ഫുടം ചെയ്തെടുക്കുകയും പിന്നീട് വാത്സ്യായനൻ ഒരു സമൂഹത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടി അത് രചിക്കുകയും ചെയ്തിട്ടുള്ള കാമശാസ്ത്രത്തെ ശാസ്ത്രമല്ല എന്നാര് പറയും? മോഷണം, തസ്കരവിദ്യ ശാസ്ത്രമാണ്. ഭാരതത്തിൽ ശാസ്ത്രമല്ലാത്തത് യാതൊന്നും തന്നെ ഇല്ല, എല്ലാം ശാസ്ത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ പുതിയ എന്തെങ്കിലും ഒന്നും പറഞ്ഞുകൊണ്ട് വലിയ നിങ്ങളത് അറിയാത്തത് കൊണ്ടാണ്. ഗുരുമുഖത്തിരുന്ന് നിങ്ങളിത് പഠിക്കണം. അപ്പോഴേ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ നിങ്ങളുടെ ഉള്ളിൽ, കയ്യിൽ ഇരിക്കട്ടെ. ഇതാണ് ആദ്യത്തേത്, വിശ്രംഭേണ. ഇത് പുരുഷനുണ്ടായിരിക്കേണ്ടതാ. ആദ്യം തന്നെ അവളോട് ചോദിക്കേണ്ടുന്നതും പറയേണ്ടുന്നതും ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ആദ്യ രാത്രി, ആദ്യ ദിവസം എങ്ങനെയുണ്ടായിരുന്നു വിവാഹം? വിവാഹം കഴിഞ്ഞ് നിങ്ങൾ ആലോചിക്കുന്നില്ലേ ഇപ്പോൾ എൻ്റെ ഭർത്താവ് ഇങ്ങനെയൊന്നും എന്നോട് ചോദിച്ചില്ലല്ലോ എന്ന്? നമുക്ക് ഓർമ്മയുണ്ടാവും ആ പാല് കൊണ്ടുവന്നതൊക്കെ. അദ്ദേഹം പറഞ്ഞു, പാല് നീ കുടിച്ചോ, എനിക്ക് കട്ടൻ ചായ മതി എന്നുണ്ട്. അങ്ങനത്തെ ഒരു സ്നേഹ കാണിച്ചത്. നമുക്കതൊക്കെ അറിയുള്ളൂ.
ഇത് നിങ്ങൾ അമ്മമാര് കുട്ടികൾക്ക്, ആൺകുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. നമ്മളിപ്പോൾ സമൂഹം ചോദിക്കുന്നത് എന്താ? അവന് ശമ്പളമുണ്ട്, ഒരു പെണ്ണിനെ പോറ്റാൻ അവന് ഉണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് കല്യാണം ആയിക്കൂടാ? നോക്കൂ, അത് തെറ്റായ ചിന്തയാണ്. ഒരു പെൺകുട്ടിക്ക് സാരി മേടിച്ചു കൊടുത്താൽ അവക്ക് വേറെ എന്തെങ്കിലുമൊക്കെ മേടിച്ചു പോറ്റുക എന്നുള്ള ഇതെന്താ? എന്താ നമ്മൾ അർത്ഥമാക്കിയത്? നിങ്ങളും പെൺകുട്ടികളല്ലേ, സ്ത്രീകളായിരുന്നില്ലേ? നിങ്ങളും അതാണോ ആഗ്രഹിച്ചത്? പുരുഷൻ എന്ന് പറയുന്ന ആളുടെ മുന്നിൽ കൈ നീട്ടി അല്ലെങ്കിൽ നമുക്ക് തരാതരം സാരികളൊക്കെ എടുത്ത് ഉടുപ്പിച്ച് തരുന്ന ഒരു മീശക്കാരനെയാണോ നമ്മൾ ആഗ്രഹിച്ചത്? ആണോ? അല്ല. അതിനപ്പുറത്ത് എവിടെ ഞാൻ സുരക്ഷിതമാകുമോ, ഒരു സുരക്ഷിത താവളത്തിൽ നിന്ന് മറ്റൊരു അതിൽ കൂടുതൽ സുരക്ഷിതമായ ഒരു താവളം, ആ താവളത്തിലേക്കാണ് നീ എത്തിച്ചേർന്നത് എന്ന ഉറപ്പ്. ഇത് കല്യാണം കഴിഞ്ഞ 2ാമത്തെ ദിവസം തന്നെ ഈ വിദ്വാൻ എവിടെ പോയി എന്ന് ഒരേ ഐഡിയ ഇല്ല. ആ വിദ്വാൻ്റെ അമ്മയോട് ചോദിച്ചു, അമ്മേ ചേട്ടൻ, എനിക്കറിയില്ല അവൻ്റെ കാര്യമൊന്നും. അവനിങ്ങനെ തന്നെയാ, നിന്നോട് ഇതൊന്നും പറഞ്ഞിട്ടില്ലേ? പിന്നെ ഒരു കാര്യമുണ്ട്, അവൻ്റെ ഒരു കാര്യം എന്നോട് ചോദിക്കരുത്. ഞാൻ ഇതാ പോവുക. എങ്ങോട്ട് പോവുക? ഭാഗവതം വായിക്കാൻ പോവുക. ഓരേ വിശ്രംഭേണ. ഇത് കുറച്ച് കൂടുതൽ പറയാനുണ്ട്. ഇത്തരത്തിൽ നമ്മൾ കുട്ടികളെ വളർത്തണം, ആൺകുട്ടികളെ. ഇത് ആൺകുട്ടികളെ വളർത്തുന്നതേ നമ്മൾ തെറ്റായ രീതിയിലാണ്. വീട്ടിലൊരു ആൺകുട്ടി ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ഇപ്പൊ തല തുവർത്തിയിട്ട് ഒരു ടവല് കൊണ്ടുവന്ന് ഈ ആൺകുട്ടി ചെയറിൻ്റെ മുകളിലോ അവിടെ എവിടെയെങ്കിലും ഇട്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ അത് കണ്ടു. അമ്മ മോളോട് പറയാം, എടി ഇതെടുത്ത് അവിടെ തോരയിട്ട്. അപ്പോൾ അവൾ പറയാം, ഞാനല്ല ഇതിട്ടത്, ചേട്ടനായിട്ടത്. അത് നീ ഒരു വീട്ടിൽ പോകാനുള്ള, നീ വേണം ചെയ്യാൻ. അപ്പം അവനെന്താ പറയുന്നത്? ചെയ്യ്. ഈ അമ്മ തന്നെയാണ് ഇവനെ വഷളാക്കുന്നത്. ആൺകുട്ടികളെ നിങ്ങൾ പാത്രം കഴുകാൻ പഠിപ്പിക്കണം. ആൺകുട്ടികളെ നിങ്ങൾ അത്യാവശ്യം ചായ വയ്ക്കാനൊക്കെ പഠിപ്പിക്കണം. അപ്പോഴേ അവർക്ക് ഒന്ന് വിഷമം ഉണ്ടാകുമ്പോൾ ഇവനൊരു ചായ വയ്ക്കാൻ. ഇതിപ്പോൾ ഫോൺ ചെയ്യാണ് അമ്മ തന്നെ. അമ്മ ഫോൺ ചെയ്തിട്ട് എന്താ പറയുന്നത്? അമ്മ, മോൻ ബോംബെയിൽ അവിടെ എവിടെയാണ്? എടാ നിന്നെ ഞാൻ കുറേ നേരമായാലും വിളിക്കുന്നു, നീ എവിടെയാണ്? ഞാൻ അമ്മ ഒരു ചായ ഉണ്ടാക്കുക. നീ ചായ ഉണ്ടാക്കുക? അപ്പം അവള് കിടക്കണു. നാണുണ്ടടാ നിനക്കൊക്കെ? അപ്പം അച്ഛൻ എന്തോ ചോദിക്കുന്നുണ്ട്. നിങ്ങളോട് ഞാൻ അരിയാട്ടാൻ പറഞ്ഞാൽ മിണ്ടാതിരുന്ന് അരിയാട്ടിയാൽ മതി. ഞാൻ മോനോട് സംസാരിക്കുന്നു. നാണുണ്ടടാ നീയൊക്കെ ആണാണെന്ന് പറയാൻ? പെണ്ണുങ്ങളെ കൊണ്ട് ഇങ്ങനെ പെണ്ണുങ്ങൾക്ക് ചായ വെച്ചു കൊടുക്കുക നമ്മുടെ പാരമ്പര്യത്തിൽ ആരെങ്കിലും ഉണ്ടോ? ഏത് മൂപ്പര് പാവത് കൊടുക്കൊടുക്കും ആക്കിക്കൊണ്ടിരിക്കുക. പഠിപ്പിക്കണം, എല്ലാ ജോലി ആൺകുട്ടികളെ പഠിപ്പിക്കണം. അതൊക്കെ പറയുന്നുണ്ട്, പറയാമത്. വിശ്രംഭേണ ഒന്നാമത്തെ. രണ്ടാമത്തേതോ വിശ്രംഭേണ ആത്മശൗചേന. ആത്മശൗചം എന്ന് പറഞ്ഞാല് ആത്മൻ ശബ്ദത്തിന് ശരീരം, മനസ്സ്, ബുദ്ധി, ബോധം ഇത്യാദികളൊക്കെയാണ്. അപ്പൊ ഇവിടെ ആത്മശൗചം എന്ന് പറഞ്ഞാൽ ശരീരശൗചം തന്നെ ഒന്നാമത്തേത്. ശുചിത്വം. ഈ ഇതെല്ലാം തന്നെ പുരുഷന്മാരെ സംബന്ധിച്ച് ഇതൊന്നൊരു വിഷയമല്ല എന്നാണ് അവർ പറയുന്നത്. ശുചിത്വം എന്ന് പറഞ്ഞാൽ എന്താ? ശുചിത്വം തന്നെ. അതെന്താണ്? തനിക്ക് മൂക്കറ്റ എന്ത് വൃത്തികെട്ടതും കുടിക്കാം. അതിൻ്റെ ആ മണം കേൾക്കുമ്പോൾ തന്നെ അവർക്ക് ഛർദ്ദിക്കും. കാരണം അവരുടെ ആ കുട്ടിയുടെ അച്ഛൻ ഇത് കഴിക്കുക, ജ്യേഷ്ഠന്മാരിത് കഴിക്കുക, അമ്മാമ്മമാരിത് കഴിക്കുക, ഇങ്ങനെ യാതൊന്നും മണമൊന്നും അറിയാത്തതാണ്. അപ്പം ഇതിന് ഈ മണവും ഇതും എല്ലാം കൂടി കിട്ടുമ്പോൾ എങ്ങനെ ഉണ്ടാവും? നിങ്ങൾക്ക് പറഞ്ഞു തരുമോ? ഈ പൊരുത്തം നിങ്ങൾ ജാതകത്തിൽ കാണുമോ? ഇതാണോ നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടത്? നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? എത്രയോ പേര്, സ്വാമി എന്തിനാണ് ഇത് ഇത്ര ശക്തമായിട്ട് പറയുന്നത്?
സ്വാമി ജീവിക്കുന്നത് ഈ സമൂഹത്തിലാണ്. എത്രയോ പേരുടെ ദുരിതവും കണ്ണുനീരും നമ്മൾ ദിവസവും കാണുന്നുണ്ട്. മിനിഞ്ഞാന്ന് സ്വാമി ജയ്ഹിന്ദ് TV-യിൽ ജ്യോതിഷം പറയുന്ന ആള് ഒരു അമ്മ പാവം വിളിക്കും. നമ്മൾ പറഞ്ഞല്ലോ നിങ്ങളോട്, ഭർത്താവ് കുടിക്കുന്ന ഇത് പറഞ്ഞപ്പോ അവരുടെ ജന്മരാശിയുടെ കുഴപ്പമാണെന്ന്. അപ്പോഴാണ് നമ്മുടെ മനു ദാമ്പത്യത്തിൻ്റെ 7 ഗുണങ്ങൾ ഉണ്ടായിരിക്കേണ്ടുന്ന ഗുണങ്ങളിൽ രണ്ടാമത്തേത് ആത്മശൗചേന, ശരീരത്തിൻ്റെ ശുചിത്വം, വാക്കിൻ്റെ ശുചിത്വം, കർമ്മത്തിൻ്റെ ശുചിത്വം, മനസ്സിൻ്റെ ശുചിത്വം, ഇതൊക്കെ പെടും. അപ്പൊ നിങ്ങൾ സിഗരറ്റ് വലിക്കുന്ന ആളാണ്, മൂക്കുപൊടിയുള്ള ആളാണ്, മദ്യം കഴിക്കുന്ന ആളാണെങ്കിൽ അങ്ങനെയുള്ള സ്ത്രീകളെ നോക്കുക. എന്നാൽ ഈ മണവും ആ മണവും കൂടെ ചേർന്നോളും, കുഴപ്പമില്ല. അതാണ് പൊരുത്തം. അല്ലാതെ എന്താ പൊരുത്തം എന്ന് പറഞ്ഞാല്? അപ്പൊ ബിവറേജ് പൊരുത്തണ്ടോ നോക്കുക. അപ്പൊ നിങ്ങൾ അങ്ങനെയുള്ളവരുടെ വീട്ടിൽ നിന്ന് വേണം വിവാഹം ആലോചിക്കാൻ, കഴിക്കാൻ. ഇത് ഇവരെന്തിനാ പാവം ഇതിനെ സഹിക്കുന്നത്? പണ്ടൊരു ഭാര്യ ഇങ്ങനെ സഹിക്ക വയ്യാതെയായിട്ട് ഒരു ദിവസം വന്നപ്പോ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സ്വാമി പറയുന്ന തമാശ, എന്നാലും സന്ദർഭത്തിന് യോജിക്കുന്നതായതുകൊണ്ട് പറയാം. ഭർത്താവ് വീട്ടിൽ വരുമ്പോണ്ട് ഒരു കുരങ്ങൻ, വീട്ടിൽ ചെറിയ കുരങ്ങൻ, ഇങ്ങനെ കയറൊക്കെ ഇട്ട് കെട്ടിയിട്ടിട്ട്. അയാൾ ചോദിച്ചു, ഇതേതാണ്? ഇതിവിടെ ഇതിനെ കളിപ്പിക്കുന്ന ആൾക്കാർ വന്നപ്പോൾ ഞാൻ ഇതിനെ മേടിച്ചു. കാശും എടുത്ത് മേടിച്ചു. അതെ. എത്ര രൂപ കൊടുത്തു? 2000 രൂപ കൊടുത്തു. എവിടുന്ന് എടുത്തു? നിങ്ങളുടെ പേഴ്സിൽ നിന്ന് എടുത്തു കൊടുത്തു. എന്തോ ഒരു ഉദ്ദേശത്തിലാണ് ഇവരിത് പറയണതെന്ന് ഇയാൾക്ക് തോന്നുന്നു. ഇയാൾ ചോദിച്ചു, ഇതെന്ത് കഴിക്കും? ഇത് നമ്മൾ കഴിക്കുന്നതൊക്കെ കഴിക്കും. ഇതെവിടെ കിടക്കും? നമ്മുടെ മുറിയിൽ. ഇതിൻ്റെ മണം ആര് സഹിക്കും? ഞാനിത്ര കാലം സഹിക്കുന്നില്ല, സഹിച്ചില്ല. നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോഴാണ് അയാൾ തിരിച്ചറിഞ്ഞത്, ഇതിനേക്കാൾ കഷ്ടമായ രൂക്ഷഗന്ധം എനിക്കുണ്ട് എന്ന് അവൾ സെൻ ബുദ്ധിസത്തിൽ എന്നെ പഠിപ്പിക്കുകയായിരുന്നു. ആത്മശൗചേന. അറ്റ്ലീസ്റ്റ് ഒരു ചന്ദ്രികാ സോപ്പിന്റെ മണമെങ്കിലും അടുത്ത് വരുമ്പോൾ ഉണ്ടാവണം. ഈ വൃത്തികെട്ട മണം അവരോട് ചോദിക്കണം. നിങ്ങൾ, നിന്റെ മണം നിനക്ക് അലോസരം ഉണ്ടാക്കുന്നുണ്ടോ? അവരുണ്ടല്ലോ, നമ്മൾ ഉറയും കഴിഞ്ഞാൽ തലയണ നമ്മുടെ മുഖത്ത് വെച്ചിട്ടാണ് അവർ കിടക്കുന്നത്. കാരണം ഇതിങ്ങനെ പലരും പറയുന്നില്ല എന്നേ ഉള്ളൂ. ഇംഗ്ലീഷുകാരൊക്കെയാണെങ്കിൽ അത് പറയും, എഴുതി വെച്ച് അവർ പോവും. ചിലരൊക്കെ രാത്രിയാകുമ്പോൾ സ്പ്രേ അടിക്കുന്നുണ്ട്, പിക്ക് എന്ന് പറഞ്ഞു. വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ശുചിത്വം ഒന്ന് ആലോചിച്ച് നോക്കണം. ശുചിത്വം ദാമ്പത്യത്തിൻ്റെ കെട്ടുറപ്പിന്, പരസ്പര ശൗചം വളരെ പ്രധാനപ്പെട്ടതാണ്. കാണുമോ നിങ്ങൾ ജാതകത്തിൽ ഈ പൊരുത്തം? നമ്മൾ പറയുന്നത് നിങ്ങൾ നോക്കണം. അതല്ലേ നിങ്ങളുടെ പ്രായോഗിക ദാമ്പത്യത്തിൻ്റെ രഹസ്യം? നിങ്ങൾ പറയൂ. ഇതിൽ പറയാത്ത, ഇതിലിപ്പോൾ 7 എണ്ണം വരാൻ പോകുന്നുണ്ട്, 2 എണ്ണം ആയിട്ടേ ഉള്ളൂ, 5 എണ്ണം ഇനി ഇരിക്കുകയാണ്. ആത്മശൗചം ഇനിയുള്ളതൊക്കെ ഉണ്ടല്ലോ, അതിഗംഭീരമാണ്. ധൈര്യം ഉണ്ടെങ്കിൽ മാത്രം നാളെ പുരുഷന്മാർ വന്നാൽ മതി. എവിടെയൊക്കെ എല്ലാ ദമ്പതിമാരും നാളെ വരിക, തൃശ്ശൂരിലെ എല്ലാവരും വരും നാളെ, ഇത് കേൾക്കും. സാധാരണ ഭാഗവത സപ്താഹത്തിൽ ഇതൊന്നും പറയാറില്ല. ആകെ പറയുന്നത് എന്താണ്? രുക്മിണി സ്വയംവരം, നരസിംഹം. ഇത് വളരെ വളരെ നന്നായി നമ്മൾ അങ്ങോട്ട് ഉറപ്പിക്കണം. ഇതിലൊരു പുതിയ ദാമ്പത്യം
നമുക്ക് ഒരു പുനർവിവാഹം നാളെ ഇത് കേട്ട് കഴിഞ്ഞിട്ട് ആ നടയിൽ കൊണ്ടുപോയിട്ട് ഇതേപോലെ ഒരു മാല കിട്ടുമെങ്കിൽ മനസ്സുണ്ടെങ്കിലും ഇട്ട് നീ എന്നെ ഇട്ട് നമ്മളൊന്നായി ഇനി മുതൽ ഈ പറഞ്ഞതൊക്കെ എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ ഉറപ്പാക്കും. ജീവിതം എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ അനുസരിച്ചുള്ള ഒരു ജീവിതം ഉണ്ടല്ലോ, അതാണ് ജീവിതം. അല്ലാത്തത് എന്ത്? പുരുഷൻ തൻ്റെ സ്വാർത്ഥതയെ മാത്രം മുൻനിർത്തിയിട്ടുള്ള ഒരു പുരുഷനിൽ വ്യവസ്ഥീകരിക്കപ്പെട്ട രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള ഒരു സൊസൈറ്റിയാണ്. അവിടെയാണ് ഭാരതം ഇത് പണ്ടേ അവതരിപ്പിച്ചത്. പ്രീ മാരേജ് കൗൺസിലിംഗ് എന്നൊന്നും പറഞ്ഞത് ഹിന്ദുക്കൾക്കില്ല എന്നൊക്കെ ചില ജന്തുക്കൾ പറഞ്ഞ് നടക്കുന്നുണ്ട്. എൻ്റെ പൊന്നും മോനെ, ലോകത്തിൽ ആദ്യം അവതരിപ്പിച്ചതാണ് ഇത്. വളരെ ഗംഭീരമായിട്ട് ഏത് ഉഗാണ്ടയിലിരിക്കുന്ന ദമ്പതികൾക്കും ഇതുണ്ടോ? ദാമ്പത്യമുണ്ട്. ഇതില്ലേ? ദാമ്പത്യമില്ല. ആരെ സംബന്ധിച്ചു? അതുകൊണ്ട് വരൂ, നിങ്ങൾ അല്ലറ ചില്ലറ ഉടക്ക് കേസുകളെയൊക്കെ പിടിച്ചു കൊണ്ടുവരൂ. ചിലപ്പോൾ ഇന്ന് ഒറ്റയ്ക്ക് വന്ന ഭാര്യമാർക്ക് തോന്നുക, ഛേ അയാൾ വേണമായിരുന്നില്ല, സ്വാമി ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ അറിഞ്ഞില്ലല്ലോ, ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ, ആ പിറകിൽ എവിടെയെങ്കിലും ഉണ്ടായാൽ മതിയായിരുന്നു എന്നൊക്കെ പറയും. സ്വാമി പറയും, അങ്ങനെ തന്നെ പറയും എന്ന് ചിലരിങ്ങനെ നമുക്കിങ്ങനെ ആവേശം തരും. ഇതൊക്കെ ഇരുന്ന് ഇവിടുന്ന് കാണുന്നുണ്ട് നമ്മൾ. അതാ കണ്ടോ കയ്യടിക്കുന്ന. ഈ ഭാഗവതത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ട്, ഞാൻ വരില്ലായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പൊ മനസ്സിലായില്ലേ ജ്യോതിഷിമാരെന്തിനാണ് സംഘടിച്ചതെന്ന്? ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദ പൂർണ്ണാത് പൂർണ്ണമുദ പൂർണ്ണാത് പൂർണ്ണമുദ പൂർണ്ണാത് പൂർണ്ണമുദ